നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ മുൻ ഭാര്യ മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ വിമർശനവുമായി ദിലീപ്. കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ദിലീപിന്റെ വിമർശനം. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു, സത്യം ജയിച്ചു എന്നായിരുന്നു ദിലീപ് ആദ്യം പ്രതികരിച്ചത്. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരായ ഗൂഢാലോചന ആരംഭിച്ചതെന്നായിരുന്നു വിധി കേട്ട് കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെയുള്ള ദിലീപിന്റെ പ്രതികരണം. എന്നാൽ കേസിൽ നടന്ന യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെയാണ്. ജയിലിലായിരുന്ന പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് തനിക്കെതിരെ കള്ളക്കഥ മെനയുകയായിരുന്നു. ഒരു മേലുദ്യോഗസ്ഥനും ക്രിമിനൽ പോലീസ് സംഘവും ചേർന്നാണ് അത് നടപ്പിലാക്കിയത്. കേസിലെ പ്രധാന പ്രതിയെയും അയാളുടെ കൂട്ടാളികളെയും ചേർത്ത് പിടിച്ച് പോലീസ് സംഘം കള്ളക്കഥ മെനഞ്ഞു. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ആ കള്ളക്കഥ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന് വിധി പറഞ്ഞതിന് പിന്നാലെ ദിലീപ് വ്യക്തമാക്കി. പോലീസ് സംഘമുണ്ടാക്കിയ എല്ലാ കള്ളക്കഥകളും കോടതിയിൽ തകർന്നു വീണെന്നും ദിലീപ് അവകാശപ്പെട്ടു. യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തന്നെ പ്രതിയാക്കാൻ വേണ്ടിയായിരുന്നു. തന്റെ ജീവിതവും കരിയറുമൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. തന്നെ പിന്തുണച്ചവർക്കും കോടതിയിൽ തനിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകർക്കും നന്ദി പറയുന്നുവെന്നും ദിലീപ് കോടതി വളപ്പിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതേസമയം ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടാതിരുന്നതിനെ തുടർന്നാണ് ദിലീപിനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയത്. കേസിലെ 8ാം പ്രതിയായിരുന്നു നടൻ. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചത്. അതേസമയം കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടി. പ്രോസിക്യൂഷൻ തെളിവുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്നാൽ ഇതൊരു അന്തിമ വിധിയല്ല. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അധികൃതർ അറിയിച്ചു.